പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തൻ്റെ ഗുരുജന്മാരെയും പിതാമഹന്മാരെയും ഒക്കെ കണ്ട് വിഷമഗ്രസ്തനായി തേരത്തട്ടിലിരിക്കുന്ന അർജുനന് അങ്ങനെ പിന്നീട് യുദ്ധഭൂമിയിൽ എന്തു സംഭവിച്ചു എന്ന് ധൃതരാഷ്ട്രരോട് സഞ്ജയൻ തുടർന്ന് വർണ്ണിക്കുകയാണ് 2-ാം അധ്യായത്തിൽ. അഥ ദ്വിതീയാധ്യായഃ സാംഖ്യയോഗഃ. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ട അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന. തൻ്റെ ഗുരുക്കന്മാരെയൊക്കെ കണ്ട് പിതാമഹന്മാരെയൊക്കെ കണ്ട് കണ്ണുകലങ്ങി കരഞ്ഞിരിക്കുന്ന അർജുനനോട് ഭഗവാൻ പറയുകയാണ്. ധൃതരാഷ്ട്രരെ, എന്താണ് ഭഗവാൻ പറയുന്നത്? കേൾക്കൂ. ശ്രീ ഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യ ജുഷ്ടമസ്വർഗമ്യ അകീർത്തികരമർജുന. അർജുന, ഈ ഒരു പരീക്ഷണ ഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു മോഹം എങ്ങനെയാണ് നിന്നിൽ വന്നുകൂടിയത്? ഇത് ശ്രേഷ്ഠ പുരുഷന്മാർക്ക് ചേർന്നതാണോ? ഈ ഒരു കശ്മലത്വം ഇതുകൊണ്ട് നിനക്ക് സത്കീർത്തിയോ സ്വർഗമോ ലഭിക്കുമോ അർജുന? ഇത് നിനക്കൊരിക്കലും സ്വീകാര്യമായ ഒരു തീരുമാനമല്ല. തുടർന്ന് ഭഗവാൻ പറയുന്നു, ക്ലൈഭ്യം മാസ്മഘമപാർത്ഥ നൈതത്വയുപപഥ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം തിക്തോത്തിഷ്ഠ പരന്തപ. 2 കൊടുക്കണമെന്നുണ്ടായിരുന്നു ഭഗവാന് അർജുനനെ. പക്ഷേ ഈ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പരമാവധി വാക്കുകൊണ്ട് ദ്രോഹിക്കുക അല്ലെങ്കിൽ മർദ്ദിക്കുകയാണ് ഇവിടെ. ക്ലൈഭ്യം, അതാണും പെണ്ണും കെട്ട ഒരു സ്വഭാവത്തെ, നപുംസകത്വത്തെയാണ് അങ്ങനെ വിളിക്കുന്നത്. നീയൊരു ആണും പെണ്ണും കെട്ടവനാകരുത്, അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്നതിന്, നേരിട്ട് പറയുന്നതിന് പകരം ആ ഒറ്റ വാക്കിലൂടെ ഭഗവാൻ തൻ്റെ എല്ലാ ഇതും ശകാരവും അർജുനനിലേക്ക് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ നപുംസകത്തെ നീ പ്രാപിക്കരുത്, ഈ നിസ്സാരമായ മനോദൗർബല്യത്തെ പിടിഞ്ഞ് ഹേ പരന്തപ എഴുന്നേൽക്കൂ എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അർജുനൻ ഈ ഒരു വിഷാദം വന്ന് ചേർന്നത്? തൻ്റെ ഗുരുക്കന്മാരെ പിതാമഹന്മാരെയൊക്കെ കണ്ടപ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഒരു വലിയ മാനസിക പ്രയാസം ഉടലെടുത്തിട്ടുണ്ട് അർജുനനിൽ. പക്ഷേ ആധ്യാത്മികമായ ഒരു കുറവ്, ആധ്യാത്മികതയുടെ കുറവ് ഇവിടെ ആണ് ഭഗവാൻ കൃഷ്ണ ഭഗവാൻ അർജുനനിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു മനുഷ്യനായി കാണുന്നതിന് പകരം അവൻ്റെ ഇച്ഛകൾ പൂർണ്ണമായും ദൈവീകമായ സങ്കല്പത്തിലേക്ക് ആവാഹിക്കാനാണ് ഇനി ഭഗവാൻ തുടർന്ന് ശ്രമിക്കുന്നത്. അതിന് അർജുനന് വീണ്ടും അവസരം കൊടുത്തുകൊണ്ട് ഭഗവാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. അപ്പോൾ അർജുനൻ പറഞ്ഞു, അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന
ഇക്ഷുഭിപ്രതിയോസ്യാമി പൂജാർഹ വരിസൂദന. പൂജാർഹന്മാരായ ഗുരുജനങ്ങളെ എങ്ങനെ യുദ്ധത്തിൽ ബാണങ്ങളെ കൊണ്ട് ഞാൻ നേരിടും? ശത്രുസംഹാരകനായ കൃഷ്ണ, അവരിരുവരും പൂജ്യരല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ നേരിടില്ല, ശത്രുസംഹാരകനായ അങ്ങ് തന്നെ നേരിട്ടോളൂ, ഞാനിവിടെ ഇരിക്കാം എന്നും ഭഗവാനോട് പറഞ്ഞു വെക്കുകയാണ് അർജുനൻ. ഗുരുനഹത്വാഹി മഹാനുഭാവൻ ശ്രേയോ ഭോക്തും ഭക്ഷ്യമഭീഹലോകേ ഹത്വാർത്തു കാമാംസ്തു ഗുരൈനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ. ഇവിടെ ശത്രുസംഹാരകനായ കൃഷ്ണൻ എന്ന് അർജുനൻ ഉദ്ദേശിച്ചത് ആരെ വേണേയും കൊല്ലാൻ ഭഗവാനൊരു മടിയുമില്ല. കാരണം അമ്മാവനെ കൊന്നിട്ടാണ് ഈ ഇവിടെ കൃഷ്ണൻ തൻ്റെ സാന്നിധ്യം ലോകത്തറിയിക്കുന്നത്. ഈ അധർമ്മത്തോടുള്ള തൻ്റെ ഒടുങ്ങാത്ത ഒരു യുദ്ധം കൃഷ്ണൻ കാണിക്കുന്നത് സ്വന്തം അമ്മാവിനെ കൊന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശത്രുസംഹാരകനായ കൃഷ്ണ എന്ന് അർജുനൻ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഈ മഹാനുഭാവന്മാരായ ഗുരുജനങ്ങളെ കൊന്നിട്ട് എനിക്കിതൊന്നും വേണ്ട, എനിക്കെന്ത് മതി, ഇതൊന്നും വേണ്ട, ഞാൻ വിട്ടെറിഞ്ഞ് ഭിക്ഷാടനം നടത്തി ഇങ്ങനെ ജീവിച്ചു കൊള്ളാം, അതാണ് ഞാൻ നല്ലതെന്ന് കരുതുന്നു. ഇവരെ കൊന്നിട്ട് എനിക്ക് ഈ രാജ്യം കിട്ടിയാൽ അത് ചോര പുരണ്ട ഒരു രാജ്യം മാത്രമായിരിക്കും എന്ന് അർജുനൻ പറയുകയാണ്. ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ. രുധിരം ആണ്, അതിൽ ചോരയുടെ മണമുണ്ടാകും ഈ യുദ്ധവിജയത്തിന് എന്ന് പറയുകയാണ്. നൈധിത്മ കതരന്നോ ഗരീയു യദ്വാ ജയേമ യതിവാനോ ജയേയു യാനേവ ഹത്വാ ന ജീജിവിഷാമ തേവ സ്ഥിതാ പ്രമുഖധാർത്ഥരാഷ്ട്രം. എന്നെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യുക ചെയ്യാതിരിക്കുക രണ്ടിലും ഏതാണ് നല്ലതെന്ന് അറിയുന്നില്ല. എനിക്കറിയാൻ ഇപ്പോൾ എൻ്റെ മനസ്സതിന് തയ്യാറാകുന്നില്ല. ആരെ കൊന്നിട്ട് ജീവിക്കണം, ആരെ ജയിക്കണം എന്നൊന്നും ഞങ്ങൾക്കിപ്പോൾ എനിക്ക് ആശയമില്ലാതായിരിക്കുന്നു. അത് ആരെയാണ് ഞാൻ കൊല്ലരുത് എന്ന് ആഗ്രഹിക്കുന്നത്? അവരൊക്കെ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇവരെ കൊന്നിട്ട് എനിക്കൊരു രാജ്യം വേണ്ട എന്ന് അർജുനൻ പറയുന്നു. കാർപ്പണ്യദോഷോ ഹതസ്വഭാവോ പ്രച്വാമി ത്വാം ധർമ്മസമ്മൂഢചേത യേശ്രയോ സന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യത്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഭഗവാനെ, എനിക്ക് തെറ്റുപറ്റുപോയി. എൻ്റെ അജ്ഞാനജന്യമായ ഭീരുതയിൽ എൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോയി. ബുദ്ധിധർമ്മം ഏതെന്ന് അറിയാൻ കഴിയാതെയായി. എന്താണ് എനിക്ക് ശ്രേയസ്സെന്ന് എനിക്ക് അറിയാതെയായി. എനിക്ക് പറഞ്ഞു തരൂ കൃഷ്ണ, ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, എന്നെ ശിഷ്യനായി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവാന്റെ കാൽക്കീഴിലേക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യുകയാണ് അർജുനൻ. നഹി പ്രപശ്യാമി മാമപന്നുധ്യാൻ യച്ചോകമുച്യോഷണമിന്ദ്രിയാണാം അവാച്യ ഭൂമാവസ്തതപ്നബദ്ധം രാജ്യം സുരാണാം ചാധിപദ്യം. ഇനിയിപ്പോൾ എന്തൊക്കെ ലഭിച്ചാലും, ഈ ഭൂമിയിലെ എല്ലാ സൗഭാഗ്യങ്ങളും ജയിച്ചാലും പിതാമഹന്മാരെയും ഗുരുക്കന്മാരെയും കൊന്നു എന്നുള്ളൊരു പാപം ഇത് പെട്ടെന്നൊന്നും എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല. അതുകൊണ്ട് എനിക്ക് ഹിതമായത് മാത്രം ഉപദേശിച്ചു തന്നാലും, എന്ന് വച്ചാൽ ഈ ഭഗവാനോട് ഞാൻ സന്യാസത്തിന് പോവുകയാണ്, ഭിക്ഷയെടുത്ത് പോവുകയാണ്, അതാണ് നല്ലത്, അതിനുള്ള ഉപദേശമാണ് കൃഷ്ണനോട് തരാൻ വേണ്ടി ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു
ഒരു അങ്ങനെയാണ് ഞാൻ ശിഷ്യനാവാമെന്ന് പറയുന്നത്. അപ്പോൾ അർജുനൻ ഇവിടെ നഹി പ്രപശ്യാമി മാവനുദ്യാതം യച്ഛോകമുച്ചേഷണമിന്ദ്രിയാണാം അവാച്യ ഭൂമാവ സപ്തനമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. ഈ രാജ്യത്തെല്ലാ സമ്പത്തുകളും വന്നാലും ഈ ഒരു ആളെ കൊന്നെന്നുള്ള ഒരു ഗുരുക്കന്മാരെ കൊന്നെന്നുള്ള പേരുദോഷം തൽക്കാലം ഒഴിയില്ല. അതുകൊണ്ട് എനിക്ക് യോജ്യമായത് ഉപദേശിച്ചു തന്നാലും എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു വലിയൊരു ഭാഗം അർജുനൻ്റെ മനസ്സിൽ തൻ്റെ ഗുരുക്കന്മാരെ കൊല്ലുന്നതിലൂടെ ഉണ്ടാകുന്ന, പിതാമഹന്മാരെ കൊല്ലുന്നതിലുണ്ടാകുന്ന മഹാപാപത്തിൽ നിന്ന് മോചനം നേടാൻ അതിനുള്ള വഴിയാണ് പിന്നീട് അർജുനൻ കൃഷ്ണനിൽ നിന്ന് തേടുന്നത്. പക്ഷേ ഭഗവാൻ എന്താണ് അർജുനൻ ഉപദേശിക്കുന്നത്? നമുക്ക് കാത്തിരിക്കാം. അടുത്ത 2-ാം അധ്യായത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കാത്തിരിക്കാം. അതുവരെ നന്ദി, നമസ്തേ.